പ്രതിരോധ ഊർജ്ജ മേഖലകളിൽ സുപ്രധാന കരാറിലേർപ്പെട്ട് ഇന്ത്യയും യുഎഇയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎഇ സന്ദർശനത്തിലാണ് നിർണായക കരാറുകളിൽ ഒപ്പുവെച്ചത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നും മേഖലയിൽ സമാധാനം പുലരുന്നതിന് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യുഎഇയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് ലഭിച്ചത്. 2 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന സന്ദർശനത്തിൽ സുപ്രധാനമായ നിരവധി കരാറുകളിൽ ഇന്ത്യയും യുഎഇയും ഒപ്പുവെച്ചു. പ്രതിരോധം, ഊർജം, വ്യാപാരം തുടങ്ങിയ മേഖലകളിലൂന്നിയായിരുന്നു കരാറുകൾ. തന്ത്രപ്രധാനമായ പ്രതിരോധ പങ്കാളിത്തത്തിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പിട്ടതോടെ സൈനിക അഭ്യാസങ്ങൾക്കപ്പുറമുള്ള സഹകരണം ഇന്ത്യയും യുഎഇയും തമ്മിലുണ്ടാകും. ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ പെട്രോളിയം കരുതൽ ശേഖരവുമായി ബന്ധപ്പെട്ട കരാറും ഒപ്പം LPG വിതരണ കരാറിലും ഇരു രാജ്യങ്ങളും ഏർപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്തിലെ വാഡിനാറിൽ 2 രാജ്യങ്ങളും ചേർന്ന ഷിപ്പ് റിപ്പയർ ക്ലസ്റ്റർ സ്ഥാപിക്കും. ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപവും യുഎഇ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോർമസ് കടലിടുക്ക് തുറക്കേണ്ടത് അനിവാര്യമാണെന്നും മേഖലയിൽ സമാധാനം പുലരുന്നതിന് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. फ्री, ओपन और सेफ बनाए रखना ये हमारी सबसे बड़ी प्राथमिकता है. इस विषय में अंतर्राष्ट्रीय कानूनों का पालन आवश्यक है. ब्रदर, भारत हर परिस्थिति में यूएई के साथ कंधे से कंधा मिलाकर खड़ा है और आगे भी खड़ा रहेगा. യുഎഇ തന്റെ 2ാം വീടാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സംഘർഷ സമയത്ത് ഇന്ത്യക്കാരെ ചേർത്ത് പിടിച്ചതിന് നന്ദി പറഞ്ഞു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.